അമേരിക്കൻ എംബസികൾക്ക് അതീവ സുരക്ഷ ഏർപ്പെടുത്തി. അറേബ്യൻ രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇത് ഒരുപക്ഷെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിന് നിദാനമായിരിക്കുന്ന ഒരു ഉദാഹരണം പറയുന്നത് 1979 ഇറാൻ വിപ്ലവത്തോടനുബന്ധിച്ച് 53ഓളം അമേരിക്കയുടെ പൗരന്മാരെ അവിടുത്തെ വിദ്യാർത്ഥി വിപ്ലവകാരികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. അത് അമേരിക്കയുടെ എംബസിയിൽ ജോലി ചെയ്യുന്നവരും അവിടുത്തെ ഈ വിദ്യാർത്ഥികളുമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല, 444 ദിവസം, അങ്ങനെ എന്തോ ഒരു വലിയ രീതിയിലുള്ള കണക്കാണ് പറയുന്നത്. അത്രയും കാലം ഇവർ ഒളിവിൽ പാർപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇവരുമായിട്ട് കരാറുണ്ടാക്കി ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്കക്ക് നടത്തേണ്ടി വന്നു. വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതും എന്താണ് കൊടുത്തത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല. സമാനമായിരിക്കുന്ന സ്ഥിതി ഒരുപക്ഷെ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി വരുമോ എന്ന് പല രാജ്യങ്ങളും പേടിക്കുന്നു. കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു ശതമാനം അമേരിക്കക്കും ഇസ്രായേലിനും എതിരാണ്. സർക്കാർ ഏറെക്കുറെ അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലവുമാണ്. രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഒരു രാജ്യം നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതും സമാധാനമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതും സർക്കാരിന് പോലും വലിയ പ്രയാസം ഉണ്ടായിരിക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ വർദ്ധിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ശ്രദ്ധ അവർ നോക്കുന്നുണ്ട്. ഈ എംബസി കോൺസുലേറ്റ് പോലെയുള്ള വിദേശ മന്ദിരങ്ങൾക്ക് അതിന് വ്യക്തമായിരിക്കുന്ന സുരക്ഷ ഏർപ്പാടാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ സൈനികരോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ മറ്റ് ലോക രാജ്യങ്ങളും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് സ്ഥിതി എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നു. അതിനപ്പുറം ഈ ജൂത വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, ടൂറിസമായിട്ട് മറ്റ് ലോക രാജ്യങ്ങൾ സന്ദർശനം നടത്തുന്ന ജൂത വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടും പല രാജ്യങ്ങളും തീരുമാനിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇറാനുമായിട്ടുള്ള യുദ്ധം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ലോകവ്യാപകമായ രീതിയിൽ അത് ബാധിക്കും എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് ബാധിക്കുക ഏത് തരത്തിലാണ് എന്ന് പോലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്രയ്ക്ക് പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്നത്. ഈ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ലോകത്താകമാനമുള്ള ഭരണാധികാരികൾക്കുണ്ട്. അതവർ തുറന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഇപ്പോൾ രഹസ്യമായിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, രാജ്യത്തിൻ്റെ പുറത്ത് ജോലി ചെയ്യുന്നവർ, രാജ്യത്തിൻ്റെ പുറത്ത് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്നവർ, അവർ അനാവശ്യമായിട്ട് പുറത്തിറങ്ങുകയോ അതല്ലെങ്കിൽ അശ്രദ്ധ മൂലം മറ്റ് പ്രദേശത്തേക്ക് കയറുകയോ ഒന്നും ചെയ്യരുത്. നിർബന്ധമായിരിക്കുന്ന ആവശ്യത്തിനും പ്രത്യേകമായി ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ അനുമതിയോട് കൂടിയിട്ട് മാത്രമേ പുറത്ത് പോകാവൂ എന്നും അവർ പ്രത്യേകമായ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭയപ്പാട് ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്നതൊക്കെ അപൂർവമായിട്ടാണ്. ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രതിസന്ധികളൊന്നും പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഉണ്ടാവാറില്ല. കാര്യം ഇസ്രായേൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വളരെ എളുപ്പത്തിൽ അവർ വിജയിച്ച് കയറാറുണ്ട്. ഗസയെ തൊട്ടതോട് കൂടിയിട്ടാണ് ഇസ്രായേലിൻ്റെ സമയദോഷം തുടങ്ങിയത്. പിന്നീട് അവർക്ക് തൊടുന്നത് ഒരു സ്ഥലത്തും വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോഴും കൃത്യമായ രീതിയിൽ എത്രത്തോളം ഇസ്രായേൽ സൈനികരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു വിവരവും യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ എംബസി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പല എംബസിക്കകത്ത് ഇസ്രായേലി എംബസിക്കകത്ത് പല സമയത്ത് കോൺസുലേറ്റുമാരൊക്കെ അവരവിടെ എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒളിസങ്കേതത്തിൽ നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ, അതായത് ലോക രാജ്യങ്ങളിലുള്ള അമേരിക്കൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങളും കോൺസുലേറ്റ് ജനറൽമാരടക്കമുള്ള വിഭാഗങ്ങളും ഇവരെല്ലാവരും ഇപ്പോൾ പറയുന്ന പ്രത്യേകമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്,
യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൺട്രോളിൽ ആ യുദ്ധം കിട്ടില്ല. അത് അമേരിക്കയോട് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ തുടർന്ന് പറയുന്നുണ്ട് അമേരിക്കയുടെ കൺട്രോളിലും ഈ യുദ്ധം കിട്ടില്ല. ഈ യുദ്ധം വ്യാപകമായ രീതിയിൽ ചെതറിപ്പോകുന്ന ഒരു യുദ്ധമായിട്ട് തീരും. ആരുടെ കയ്യിലും നിയന്ത്രണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശങ്ങൾ ലോകത്താകമാനം ഉണ്ടാവും. ആ നാശത്തിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളത് വലിയ പ്രയാസമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ്, അതായത് ഇസ്രായേൽ രാജ്യം പോലും ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു യുദ്ധമാണ് അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിൽ വരാനുള്ളത് എന്ന് ചുരുക്കം. ഈ ഒരു വല്ലാത്ത സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ പറയും ചെയ്തു. 1948 ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം പല യുദ്ധങ്ങളെയും പല പേമാരികളെയും പല പ്രതിസന്ധികളെയും പല വിഷയത്തെയും അഭിമുഖീകരിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ഇതൊക്കെ അതിജീവിച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷം വലിയ രീതിയിൽ ശക്തി സംഭരിച്ചു പോയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് ഗസയിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരു ചെറിയ ആയുധങ്ങളുമായിട്ട് കളിക്കുന്നവരാണ് എന്ന് വെറുതെ ഇസ്രായേൽ തെറ്റിദ്ധരിച്ചു പോയി. അവരാണ് തിരിച്ചടി ഉണ്ടാക്കി. അവർക്ക് ലോക ശക്തിയുള്ള രാജ്യങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ നൽകുന്നു. ഈ ആയുധങ്ങളെല്ലാം അവർ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് എന്തുണ്ടാവുന്നുണ്ട്? അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും പ്രയാസമുണ്ടാവുന്നുണ്ട് എന്നുമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥി സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും നയതന്ത്ര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടെല്ലാം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികളോടൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. തങ്ങളുടെ കാര്യത്തിലൊക്കെ, തങ്ങളുടെ ഈ പൗരന്മാരുടെ കാര്യത്തിലൊക്കെ അതീവമായിരിക്കുന്ന ശ്രദ്ധ ചെലുത്തണം, സുരക്ഷ ഇരട്ടിയാക്കണം, ശ്രദ്ധിക്കപ്പെടണം, അവരെന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ചാൽ അത് നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്ന തരത്തിലാണ്. ഇനി രാജ്യത്തിൻ്റെ അകത്ത്, അതായത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പരമാവധി ഭരണാധികാരികളെല്ലാം ബങ്കറിലാണ്. അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമാണ് സ്ഥിതികൾ. ആദ്യത്തെ വെടി പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതാണ് പറയുന്നത്, ഈ അമേരിക്ക ആദ്യം ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള തിരിച്ചടി ഏത് തരത്തിലാണ്, എങ്ങനെയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വിധമാണ് നിലവിലെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത്. എന്താണെങ്കിലും ഇസ്രായേലിന് നേരെ ആക്രമണം വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏത് മേഖലയിലേക്കാണ് വരാൻ പോകുക എന്ന് പറയാൻ പറ്റില്ല. കാര്യം 2-ലധികം തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തുകയും ഒരു പ്രാവശ്യം വീടിൻ്റെ ഒരു ഭിത്തി തകർന്നുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ മേഖലയിൽ അപ്പാടെ എല്ലാവിധ ഈ രഹസ്യ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇറാന് അറിയാം എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ഹൂത്തികളുടെ കൈവശത്തിലാണെങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലാണെങ്കിലും ഉള്ള ആയുധങ്ങളും അതേപോലെ തന്നെ അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളെല്ലാം ഒരർത്ഥത്തിൽ ഇറാനിലൂടെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇറാൻ്റെ കൈവശത്തിൽ അതീവമായിരിക്കുന്ന രഹസ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടു ഉണ്ട് എന്ന് ചുരുക്കം. ഇത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ള വിഭാഗങ്ങളെല്ലാം സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും അവരുടേതായിരിക്കുന്ന സുരക്ഷാ ക്രമീകരണം നടത്തണമെന്നും പ്രത്യേകമായ രീതിയിൽ അവർ പറയാനുള്ള കാരണം അതാണ്. എല്ലാ കാര്യത്തിലും സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് സാധിച്ചോളണമെന്നില്ല. അവരവൻ്റെ സുരക്ഷ അവരവൻ ശ്രദ്ധിക്കണം എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്.